വന്നാണ് ശ്രീ ആന്റണി രാജു. അതെ അതെ, ഞങ്ങള് കാരക്കയെ കുറിച്ച് പറയുന്നത് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഇത് കാരക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടുള്ളൂ. അതെ, ഇവിടെ ലഹരി കിട്ടത്തില്ല. ഇവിടെ ലഹരി കിട്ടത്തില്ല. ശംഖുമുഖം പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് ലഹരി വിമുക്തമായ ഒരു ബീച്ചായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതിന് ഇവിടുത്തെ ജീവനക്കാർ, ഇവിടെ ഈ കച്ചവടം നടത്തുന്ന എല്ലാ കാര്യത്തിൽ ഭയങ്കരമായ സഹകരണമാണുള്ളത്. പോലീസിന്റെ നല്ല ഇടപെടൽ ഉള്ള സാന്നിധ്യമുള്ള ഒരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. അതായത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വന്ന് വൈകുന്നേരം കാറ്റുകൊള്ളാൻ പറ്റുന്ന ഒരു ബീച്ചാണ് ശംഖുമുഖം. അതെ അതെ, മറ്റ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ അതിനുള്ള നല്ല പോരാട്ടം നടത്തുന്ന മാതൃകാപരമായ ഒരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ടർ ടിവിയുടെ ഈ ക്യാമ്പയിനുമായിട്ട് എത്തിയത്. നമ്മുടെ മോട്ടോ എന്താണെന്ന് അറിയാമോ? ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നാണ്. അതെ, അതൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞാൽ. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നുള്ള മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ഒരു കാലഘട്ടത്തിൽ ലഹളയുടെ ഒരു കേന്ദ്രമായിരുന്നു പല പ്രദേശങ്ങളുമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ കാലമായി ലഹരിയും ലഹളയും വിമുക്തമായൊരു മണ്ഡലമായി തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ MLA ആയി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധികൃതരുടെ 1 ഡേ സെമിനാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ 4 വർഷം മുമ്പേ മസ്കറ്റ് ഹോട്ടലിൽ ചേർന്നിരുന്നു. അവിടെ എല്ലാ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ എക്സൈസ്, പോലീസ് ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റുകാരും ഒരു ദിവസം ഇരുന്ന് ഞങ്ങളൊരു സ്ട്രാറ്റജി ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ വള്ളക്കടവിലാണ് ആദ്യത്തെ ബോധവൽക്കരണ പരിപാടി നടത്തിയത്. വള്ളക്കടവിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും വന്നിരും ഞങ്ങൾ നല്ല ബോധവൽക്കരണം ഈ മണ്ഡലത്തിൽ പല കേന്ദ്രങ്ങളിലായി നടന്നതിൻ്റെ ഫലമായി അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തെ ചില മേഖലകൾ ലഹരിക്ക് അടിമപ്പെടുന്നോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പണ്ടൊരു കാലഘട്ടത്തിൽ ഇവിടെ ഈ ചാരായം വാറ്റ് വളരെ വിപുലമായിട്ട് ആ ഭാഗത്ത് വരുന്നത്. അവിടെ പൊഴിയൂർ വളരെ വിപുലമായിട്ട് വ്യവസായമായിരുന്നു. അതായിരുന്നു. അതൊക്കെ ഒരു 25 കൊല്ലം മുമ്പ് തന്നെ അത് തിരുവനന്തപുരം രൂപതയുടെ കൂടെ ശ്രമഫലമായി, സൂസവാക്യം പിതാവിൻ്റെ ശ്രമഫലമായി അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഈ മണ്ഡലത്തിലും ചില പ്രദേശങ്ങളിൽ അത് വ്യാപിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ യൂത്ത് നല്ലതുപോലെ ഇടപെട്ടു, ചർച്ചും ഇടപെട്ടു, ജമാഅത്തുകളൊക്കെ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചതിന്റെ ഫലമായി ടോട്ടലി അത് ചാരായം അതൊരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ്. ഇന്ന് നമ്മൾ ക്യാമ്പയിൻ വിഴിഞ്ഞത്ത് തുടങ്ങുമ്പോൾ ഇമാമും പിതാവുമാണ് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തത് ഇന്നത്തെ പരിപാടി. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞത് ഇടവകയാണെങ്കിലും ശരി, ജമാഅത്താണെങ്കിലും ശരി, ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കാൻ പോകുന്നത് ഫലമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ഇവര് കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളൊന്ന് പരിചയപ്പെടാം. ഇവര് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, കൂടുതലും വനിതകളാണ്. നമസ്കാരം ഗുരു, എന്താണ് പേര്? വിഷ്ണു. എത്ര കാലമായിട്ട് യോഗ പരിശീലിപ്പിക്കുന്നു? കളരി. എത്ര കാലമായിട്ടുണ്ട് കളരി? ഞാനൊരു 30 വർഷമായി കളരി പയറ്റിലുണ്ട്. സ്ത്രീകളും ഉണ്ടല്ലോ? അതെ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. എന്താണ് താങ്കളുടെ ലഹരി? കളരിപ്പയറ്റ് തന്നെയാണ് ലഹരി. സംഗീതവും ആയോധന വിദ്യയുമാണ് എൻ്റെ ലഹരി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളിന്ന് പറയായിരുന്നു, നമ്മൾ ഈ കളിയിടങ്ങളാണ് ലഹരി എന്ന് DYFIയുടെ ഒരു ക്യാമ്പയിൻ, യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ. യഥാർത്ഥത്തിൽ കളിയിടങ്ങളുടെ ഒരു അപര്യാപ്തതയും കുറവുമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് മറ്റ് മേഖലകളിലേക്ക് പോകാൻ അവർക്ക്. അതുപോലെ തന്നെ സ്കൂൾ രാഷ്ട്രീയം അവസാനിപ്പിച്ചതും കോളേജ് രാഷ്ട്രീയം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ കടന്നു വന്നവരാണ്. അന്ന് വിദ്യാർത്ഥികൾക്ക് ലഹരിയായിരുന്നത് രാഷ്ട്രീയമായിരുന്നെങ്കിൽ. ഒരു വലിയ പണിയുള്ള വാർത്തയും കൂടെ ഉണ്ട്. കളമശ്ശേരിയിലെ SFI നേതാവിനെ 2 കിലോയ്ക്ക് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? വിദ്യാർത്ഥി രാഷ്ട്രീയം നമ്മുടെ കലാലയങ്ങളിൽ നിന്നും പറിച്ചു നട്ടതാണ് ഇത്തരം ചെയ്തികളിലേക്ക് നീങ്ങാൻ നമ്മുടെ വിദ്യാർത്ഥി വിഭാഗങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇത് കളമശ്ശേരി എന്ന് വരുന്ന വാർത്ത തിരിച്ചായിരിക്കുകയല്ല. കാരണം നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുകയാണല്ലോ. അല്ല, പോളിടെക്നിക്കിൽ SFI നേതാവിന് 2 കിലോ ആയിരിക്കാം. ഞാൻ പറയുന്നത് ഇത് ഏത് നേതാവ് എന്നുള്ളതല്ലോ. ഇവർക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം കലാലയങ്ങളിൽ നടത്താൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴിയിലേക്ക് പോകില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് ഹായ് ഡോക്ടർ. ഹായ് ഡോക്ടർ. എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ നിംസ് ഹോസ്പിറ്റലാണ്, ഗോകുലം മെഡിക്കൽ കോളേജ്. ഒരൊറ്റ വാചകത്തിൽ ഇപ്പോൾ MDMA പോലുള്ള ഒരുപാട് കെമിക്കൽ ഡ്രഗ്സ് ഇങ്ങനെ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം അത് എത്രമാത്രം ഭീതിതമാണ്? അതെ, ഇതിപ്പോൾ നമുക്ക് ഇതിന് മാനസികമായ എഫക്ട്സും ഉണ്ട്, ശാരീരികമായ എഫക്ട്സും ഉണ്ട്. പക്ഷേ ആൾക്കാരെല്ലാം ഇപ്പോൾ താൽക്കാലികമായി കിട്ടുന്ന ഒരു ഹരം അല്ലെങ്കിൽ ഒരു ലഹരി അല്ലെങ്കിൽ ഒരു ഉന്മാദം അതിനുവേണ്ടിയാണ് ഇതിനോട്ട് പോകുന്നത്. പക്ഷേ ഇതിന് ദൂരവ്യാപകമായ കുറേ ഫലങ്ങളുണ്ട് അല്ലേ. നമ്മുടെ മനസ്സിനെ ബാധിക്കും. മനസ്സിലാണെങ്കിൽ ആങ്സൈറ്റി വരാം, ഡിപ്രഷൻ വരാം, വിഷാദ രോഗം വരാം, നമ്മൾ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഡിപ്പെൻഡൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും മാരകമായ സൈഡ് എഫക്ട്സ്. നമ്മൾ ഒരിക്കലും നമ്മളൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി തുടങ്ങും, പക്ഷേ പിന്നെ നമ്മളിതിന്
ഇതിലങ്ങ് അഡിക്റ്റായി. ഈ ക്യാമ്പയിൻ IMA പൂർണ്ണമായ പിന്തുണ വേണം. കാര്യം നമുക്ക് എക്സ്പേർട്സിന് നമ്മൾ നിരന്തരം നമ്മൾ ലൈവിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നു. തീർച്ചയായും നമ്മൾ ഓൾറെഡി IMA നമ്മുടെ മാർഗ്ഗദീപം എന്നൊരു പേരിൽ നമ്മൾ എല്ലാ സ്കൂളിലും പോയി ഒരു അഡിക്ഷൻ പ്രോഗ്രാം, കൗൺസിലിംഗ് പ്രോഗ്രാം ക്ലാസ് നടത്തുന്നുണ്ട്. കൂടുതൽ ഇതുമായിട്ട് ചേർന്നിട്ട് കൂടുതൽ പ്രോഗ്രാംസ്. അപ്പോൾ റിപ്പോർട്ടർ TVയും IMAക്കൊപ്പം ചേർന്നുകൊണ്ട് ആ മാർഗ്ഗദീപം പരിപാടിയുമായിട്ട് എല്ലാ സ്കൂളുകളിലും എത്തും. ഡോക്ടർ, ഈ അഡിക്ഷൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ്? അഡിക്ഷൻ വെച്ചാൽ സ്ക്രീൻ നമ്മൾ നോക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അഡിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നല്ല കൗൺസിലിംഗ് കൊടുക്കണം. അപ്പോൾ അത് MDMA പോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കൗൺസിലിങ്ങിന് ബുദ്ധിമുട്ടാണ്. കാരണം ഫാമിലി മെമ്പേഴ്സ് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇതുപോലെ ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാവരും എത്താൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ കളരിപ്പയറ്റിലെ കലാകാരന്മാരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. യോഗയും പാട്ടും. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. കളരി ഈ പ്രായത്തിൽ എന്റെ മോനാണത്. ആണോ? വിഷ്ണുവിന്റെ അമ്മയാണോ ഇത്? ആ വിഷ്ണു, കമോൺ. വിഷ്ണു ഇവിടെ? വിഷ്ണുവിന്റെ അമ്മയാണോ? പഠിപ്പിച്ച അമ്മയാ, വിഷ്ണുവിനെ പഠിപ്പിച്ച ആണോ? അമ്മയാണോ കളരി പഠിപ്പിച്ച മോനെ? അല്ല, അമ്മ കളരി ചെയ്യുമോ? അമ്മ വളരെ എന്തൊക്കെ ചെയ്യും? അടവുകൾ എന്തൊക്കെ അറിയാം? കാണിച്ചു തരാം. ആണോ? അതാ, എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 63. വോൺസേ അത്രയല്ലേ ഉള്ളൂ. 63 പറയൂ. അപ്പൊ എന്തായാലും എന്റെ പേരെന്താ അമ്മയുടെ? രേണുക അമ്മ. കേരളത്തിലെ എല്ലാ അമ്മമാരും 60 വയസ്സാവുന്ന സമയത്ത് പെൻഷൻ കഴിഞ്ഞതിന് ശേഷം മുട്ടുതാനും മറ്റേ ധന്വന്തരം തൈലം എവിടെ എന്ന് ചോദിച്ചു വരുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ. കണ്ടുപിടിക്കണം അല്ലേ? ധാരാളം അമ്മമാരുണ്ട്. 60 പിന്നിട്ട് അമ്മമാർ ആരൊക്കെയുണ്ട് ഇതിനകത്ത്? 60+. 60 പിന്നിട്ട് അമ്മമാര്. 60 പിന്നിട്ട് എന്ന് പറഞ്ഞപ്പോ 67 വയസ്സുള്ള അമ്മ പുറകോട്ട് മാറി. അത് ഞങ്ങൾ അവിടെ കണ്ടു. 50 മിനിറ്റ് 54 അല്ലേ? 50 മിനിറ്റ് അവരുണ്ട്. നമസ്കാരം. എത്ര വയസ്സ്? 52. ഇവരെല്ലാരും 50 ക്ലബുകളാണ്. പ്രായം ചോദിക്കുന്ന അത് നമ്മൾ ആദ്യമേ തന്നെ പൊളിച്ചു. പക്ഷേ ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്. 50-55 വയസ്സൊക്കെ പിന്നിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആളുകൾ സ്വാഭാവികമായിട്ടും ലൈഫിലേക്ക് പോകാനാ സാധ്യത. ഇനിയിപ്പോ എന്തുവാ ചോദിക്കും. ഇനി എന്തോന്നാ? പക്ഷേ അവർക്കെല്ലാം ഉള്ള മാതൃക. 50 വയസ്സ് കഴിഞ്ഞാണ് ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് ഈ രേണുകാമ്മയും. ഈ അമ്മയുടെ പേര് പ്രിയമ്മ, ലേഖാമ്മ, ജെസിയമ്മ. ഇവരുടെ മുഖത്തൊരു ചെറിയ സങ്കടമുണ്ട്. കാര്യം എന്താ അറിയോ? ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് ഇവരുടെ പേര് പ്രിയ എന്നൊക്കെ ഇട്ടിട്ട് 38 വയസ്സ് എന്നാണ് ഇട്ടിരുന്നത്. പക്ഷെ അല്ല കേട്ടോ, ഇവരൊക്കെ വളരെ ജെനുവിനായ ആൾക്കാരാണ്. ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് ലഹരിയുണ്ട്. ഒരു ഭാഗത്ത് അമ്മമാരുണ്ട്, ഒരു ഭാഗത്ത് ചെറുപ്പക്കാരുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. എത്ര കാലമായിട്ട് ലഹരി അല്ല കളരി അഭ്യസിക്കുന്നു? ഞാനൊരു 6 months ഒക്കെ ആയിട്ടുള്ളൂ. 6 months ആയിട്ട്. എങ്ങനെയുണ്ട് കളരി ചെയ്തു തുടങ്ങിയപ്പോൾ? നമുക്ക് പറ്റിയ പണിയാണോ? ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു മാർഷൽ ആർട്ടും കൂടെ പഠിക്കാമെന്ന്. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? ഞാൻ ലോയറാണ്. അതിനിടയ്ക്ക് കളരി ഉണ്ട്? അതുകൊണ്ട്. അതെ അല്ലേ? അതെ പിന്നെ ഓക്കെ